ഞാൻ നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാൻ വന്നാ അത് ഞാൻ നിങ്ങളോടെങ്കിലും ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ജന്മത്തിൽ മനസ്സമാധാനം കിട്ടില്ല. അതെന്താ പറയുക, നമ്മൾ ഈ എക്സാം ഹോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂനൊക്കെ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നുപോയ സിറ്റുവേഷൻ അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ കഥ ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ എന്റെ ജൂറി എക്സാം ആയിരുന്നു. അപ്പോൾ ഈ ജൂറി എക്സാമിൽ എന്താ, നമ്മളൊരു സംഭവം പ്രസന്റ് ചെയ്യണം. ആ പ്രസന്റ് ചെയ്യുന്ന സാധനത്തിന്റെ ടോപ്പിക്ക് ഞാനായിട്ട് ചെയ്ത പോർട്ട്ഫോളിയോ ആണ്. എന്നിട്ട് ഇത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷൻ കയറിയിട്ട് ഞാനതൊക്കെ മറന്നുപോയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും തീരില്ല ഗൈസ്. ഇനി ഈ ടെൻഷൻ എനിക്ക് ആ എക്സാം ഹോളിൽ കയറുന്നവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ മെയിൻ ഹൈലൈറ്റ്. ഞാൻ അവിടെ കയറുന്നവരെ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ കോൾ ആയിരുന്നു തന്നെ ജൂറി. അപ്പോൾ ആ ഒരു വീഡിയോ കോളിന്റെ വീഡിയോ സ്റ്റക്ക് ആവില്ല, അല്ലെങ്കിൽ എന്റെ ആ ഒരു പോർട്ട്ഫോളിയോ ഫയൽ സ്റ്റക്ക് ആവില്ല. അങ്ങനെ വീഡിയോ കട്ടാക്കി മോണാക്കി എനിക്കില്ലാത്ത ടെൻഷൻ എവിടുന്ന് കയറി വന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ വെച്ചിരുന്ന എല്ലാ മെയിൻ കാര്യങ്ങളും ഞാൻ മറന്നുപോയി. പിന്നെ അവർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു ചില കാര്യങ്ങൾ. അപ്പോഴാണ് എനിക്ക് ആ കാര്യങ്ങളോട് ഞാൻ പറയണമെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. എന്നാൽ എന്റെ പോർട്ട്ഫോളിയോ അവർക്ക് ഇഷ്ടമായി, എല്ലാം ഓക്കെ. പക്ഷേ നമുക്ക് പറയണ്ടേ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റാതെ പിന്നെ ഓർമ്മ വരുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അത് ഞാൻ ആരോട് പറഞ്ഞു തീർക്കുന്ന കുറേ ആലോചിച്ച് എനിക്ക് തോന്നി അത് നിങ്ങളോട് പറഞ്ഞു തീർക്കാൻ. അതിനാണ് ഞാൻ ഇവിടെ വന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ആ ഒരു ജോലിയിൽ എനിക്ക് ആ കാര്യങ്ങൾ മാത്രമല്ല പറയേണ്ടത്, എനിക്ക് ഇനി കുറേ കാര്യങ്ങൾ പറയേണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ആശ്വസിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെ പ്രശ്നം, ഇങ്ങനെ ആവശ്യമുള്ള നേരത്ത് ആവശ്യമില്ലാത്തൊരു ടെൻഷൻ കയറി വന്നിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ മറന്നു പോകണം ഈ ഒരു പ്രശ്നം?